മെയിലെ കറണ്ട് അഫേഴ്സ് ആണ്. ഇന്ത്യയിലെ എല്ലാ വിലാസങ്ങൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു ഏകീകൃത ഡിജിറ്റൽ ഐ ഡി ഉണ്ട്. അതാണ് ഡിജിപിൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ എല്ലാ വിലാസങ്ങൾക്കും വേണ്ടി ആവിഷ്കരിച്ച ഒരു ഏകീകൃത ഡിജിറ്റൽ ഐ ഡി ആണ് ഡിജിപിൻ എന്ന് അറിയപ്പെടുന്നത്. 10 ആൽഫ ന്യൂമറിക് കോഡ് അടങ്ങുന്നതാണ് ഈ പറയുന്ന ഡിജിപിൻ പദ്ധതി എന്ന് പറയുന്നത്. 72ാമത് മിസ് വേൾഡ് മത്സരം ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. ഇന്ത്യയിലെ ഹൈദരാബാദ് വെച്ചാണ്, തെലങ്കാനയുടെ തലസ്ഥാനമായിട്ടുള്ള ഹൈദരാബാദ് വെച്ചിട്ടാണ് 72ാമത് മിസ് വേൾഡ് മത്സരം നടന്നത്. കിരീടം നേടിയത് ഒപ്പാൽ സുജാത ചുവാങ്ശ്രീ ആണ് കിരീടം നേടിയത്. സുചാതയാണ്, ചായാണ് വരുന്നത്. ഒപ്പാൽ സുചാത ചുവാങ്ശ്രീ തായ്ലൻഡ് കാരിയായിട്ടുള്ള അവരാണ് 72ാമത് മിസ് വേൾഡ് മത്സരത്തിൽ കിരീടം നേടിയത്. വനിതാ നാവികരുടെ എണ്ണം കൂട്ടുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സാഗർ മേ സമ്മാൻ എന്ന് പറയുന്ന പദ്ധതി. അതായത് കൂടുതലും വനിതാ നാവികരെ, അതായത് വനിതകളെ നാവികസേനയിലേക്ക് ആകർഷിക്കുക, അങ്ങനെ വനിതാ നാവികരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സാഗർ മേ സമ്മാൻ പദ്ധതി എന്ന് പറയുന്നത്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത് ബാനു മുഷ്താഖ് ആണ് ബുക്കർ പ്രൈസ് ജേതാവെന്ന് പറയുന്നത്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ബാനു മുഷ്താഖിനാണ്. കന്നഡ സാഹിത്യകാരിയാണ്. പക്ഷേ കന്നഡ പുസ്തകത്തിനല്ലല്ലോ ബുക്കർ പ്രൈസ് കിട്ടുന്നത്. കന്നഡ ഉള്ള പുസ്തകത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി ആ ഇംഗ്ലീഷ് പുസ്തകത്തിനാണ് ഈ പറയുന്ന ബുക്കർ പ്രൈസ് കിട്ടുന്നത്. ആക്ച്വലി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ബാനു മുസ്താഖ് അല്ല, ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ദീപ ബസ്തി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ബുക്കിന്റെ പേരെന്ന് പറയുന്നത് ഹാർഡ് ലാമ്പ് എന്നാണ് ബുക്കിന്റെ പേര്. അപ്പൊ ഹാർഡ് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ദീപ ബസ്തിയാണ് പരിഭാഷപ്പെടുത്തിയത്. എന്നാൽ ഒറിജിനൽ ബുക്ക് എഴുതിയത്, കന്നഡയിലെ ബുക്ക് എഴുതിയത് ബാനു മുഷ്താഖ് ആണ്. അവർക്കാണ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ദേശീയപാത വികസനത്തിനായിട്ട് ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായെങ്കിൽ അത് അന്വേഷിക്കുന്നതിനായിട്ട് വിജിലൻസ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ അധിഗ്രഹൻ എന്ന് പറയുന്ന പദ്ധതി. ഓപ്പറേഷൻ അധിഗ്രഹൻ 2025 മെയ് മാസത്തിൽ മരണപ്പെട്ട സാക്ഷരതാ പ്രവർത്തകയാണ് KV റാബിയ എന്ന് പറയുന്നത്. 2025 മെയ് മാസത്തിൽ മരണപ്പെട്ട സാക്ഷരതാ പ്രവർത്തകയാണ് KV റാബിയ. ഇവര് 2022 ഇവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആത്മകഥയാണ്. അപ്പോൾ 2022 പത്മശ്രീ ലഭിച്ചതുകൊണ്ട് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് KV